ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ദോശയുടെ റെസിപ്പിയാണ്. അതിനു വേണ്ടി പുതിനയില ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായ കഴുകിയൊക്കെ വെച്ച നല്ല പുതിനയില എടുത്തേക്കുന്നത്. അതിന് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു പിടി കുറച്ചൊരു പിടി പുതിനയില എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഒരു 4, 2 പച്ചമുളക്, പിന്നെ വേണ്ടത് ജീരകം, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പാത്രത്തിലോട്ട് ഒഴിക്കാം. പുതിനയില അരച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രം എടുക്കാം. കുറച്ച് മാവ് ഒഴിക്കാം. അരിമാവിൽ നമ്മൾ ദോശ ചുടാനാണ്. ഇത് പുതിനയില കൊണ്ടൊരു ദോശ നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി മാവ് കുറച്ച് മാവ് എടുക്കുന്നുള്ളൂ. ഒരു 4 തവി മാവ് എടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ച പുതിനയില ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് ദോശ ഇടാൻ ദോശത്തവ അടുപ്പ് വെച്ചിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ദോശയും തിരിച്ചിട്ട് കൊടുക്കാം. പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത ദോശ ചുട്ടെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോ ദോശകൾ നമുക്ക് ചുട്ടെടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മുടെ പുതിനയില ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞു. ലാസ്റ്റ് ദോശയാണ്. നമ്മളൊരു പാത്രത്തിലോട്ട് വയ്ക്കാം. നമ്മുടെ പുതിനയില ദോശയാണിത്. എല്ലാം ഇങ്ങനെ ചുട്ടൊക്കെ കഴിഞ്ഞു.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ദോശയാണ്. പുതിനയില വെച്ച് തയ്യാറാക്കിയതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ്. ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഒരു ദിവസം വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയും നാളെ വരാം. ഓക്കെ, ബൈ.